മെട്രിക്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ്സിൽ +1 ആദ്യത്തെ യൂണിറ്റ് ആയ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ അടുത്ത ടോപ്പിക്കാണ് പഠിപ്പിക്കുന്നത്. ചാപ്റ്ററിലേക്ക് പോവാം. മോൾ കൺസെപ്റ്റ്. ഇത് എല്ലാവരും 10ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. CBSE പഠിച്ചവർക്കായിരിക്കും ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കാൻ സാധ്യത ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് അതിലെ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും കൂടി പറയാം. അപ്പോൾ മോൾ, അതായത് മോൾ കൺസെപ്റ്റ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടക്കം, അതായത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ ഒന്നും കൂടി പറയുന്നത്. ഓക്കെ, അപ്പോൾ മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. അതായത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ 6.022 into 10⁻23 പാർട്ടിക്കിൾസ്. അതായത് ഈ ഒരു എണ്ണം 6.022 into 10⁻23 അറിയപ്പെടുന്നത് അവോഗാഡ്രോ നമ്പർ എന്നാണ്. അവോഗാഡ്രോ നമ്പർ, അവോഗാഡ്രോ എന്ന സയന്റിസ്റ്റിന്റെ പേരാണ്. അപ്പോൾ അവോഗാഡ്രോ നമ്പർ. അപ്പോൾ ഈ അവോഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫൈൻ 1 മോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഡെഫിനിഷൻ ഇതായിരിക്കും: എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ 6.022 into 10⁻23 പാർട്ടിക്കിൾസ്. അതായത് അവോഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ആറ്റം ആകാം, മോളിക്യൂൾ ആവാം, അയോൺസ് ആവാം. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അയോൺസ് ഒക്കെ ആവാം. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു 1 മോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസ്, നമ്മളിപ്പോൾ ആറ്റംസും മോളിക്യൂൾസും കൺസിഡർ ചെയ്യുന്നു. അവോഗാഡ്രോ നമ്പർ ആറ്റംസ്, അതായത് 6.022 into 10⁻23 ആറ്റംസ്, അല്ലെങ്കിൽ അത്രയും മോളിക്യൂൾസ്. അയോൺ വരെയാണെങ്കിൽ അത്രയും അയോൺസ്. ഓക്കെ, അപ്പോൾ 1 മോൾ ആകണമെങ്കിൽ ഇത്രയും പാർട്ടിക്കിൾസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പാർട്ടിക്കിൾസ് നമ്മൾ എടുക്കുമ്പോൾ, അതായത് ആറ്റംസും മോളിക്യൂൾസ് ഒക്കെ എടുക്കുമ്പോൾ അതിനൊരു ടോട്ടൽ മാസ് ഉണ്ടാവത്തില്ലേ? നമ്മൾ 1 മോൾ എന്ന് പറയുന്ന എമൗണ്ട് ആകാൻ വേണ്ടിയിട്ട് അവോഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവോഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് വരുമ്പോൾ അത്രയും പാർട്ടിക്കിൾസിനും കൂടി ഒരു ടോട്ടൽ മാസ് ഉണ്ടാവത്തില്ലേ? അപ്പോൾ ആ ടോട്ടൽ മാസ് ആണ് നമ്മൾ ഈ പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഗ്രാം അറ്റോമിക് മാസ്. അതായത് ഒരു ആറ്റത്തിന്റെ കേസിലാണെങ്കിൽ അതിന്റെ ഗ്രാം അറ്റോമിക് മാസ് എടുക്കണം. അതായത് അതിന്റെ അറ്റോമിക് മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യണം. ഒരു ആറ്റത്തിന്റെ മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും 1 മോൾ ആറ്റത്തിന്റെ മാസ്. ഓക്കെ, അതേപോലെ മോളിക്യൂൾ ആണെങ്കിൽ GMM, ഗ്രാം മോളിക്കുലാർ മാസിന് ഈക്വൽ ആയിരിക്കും. അതായത് മോളിക്കുലാർ മാസ് കണ്ടെത്തിയിട്ട്, മോളിക്കുലാർ മാസ് കണ്ടെത്താൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. അപ്പോൾ മോളിക്കുലാർ മാസ് കണ്ടെത്തിയിട്ട് അതിന്റെ യൂണിറ്റ് ആയിട്ട് ഗ്രാം പറയുക. അതായത് മോളിക്കുലാർ മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുക. ഒന്നും കൂടി 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് വരണം, അതായത് ആറ്റംസും മോളിക്യൂൾസ് ഒക്കെ വരണം. അപ്പോൾ ഇത്രയും ആറ്റംസും മോളിക്യൂൾസും കൂടി വന്നു കഴിഞ്ഞാൽ അതിനാകെ ഒരു മാസ് ഉണ്ടാവും, ടോട്ടലായിട്ട് ഒരു മാസ് ഉണ്ടാവും. ആ മാസ് എന്ന് പറയുന്നത് ഒരു ആറ്റത്തിനെ റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ഗ്രാം അറ്റോമിക് മാസും ആയിരിക്കും. അതായത് അറ്റോമിക് മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനും ഈക്വൽ ആയിരിക്കും. ഒരു മോളിക്യൂൾ ആണെങ്കിൽ അതിന്റെ ഗ്രാം മോളിക്കുലാർ മാസ്, അതായത് മോളിക്കുലാർ മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനും ഈക്വൽ ആയിരിക്കും എന്നാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഡീപ്പായിട്ട് കയറുന്നില്ല, നമുക്ക് ഇത്രയും കാര്യങ്ങൾ മതി. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. സപ്പോസ് 1 മോൾ ഹൈഡ്രജൻ. അപ്പോൾ 1 മോൾ ഹൈഡ്രജൻ ആകണമെങ്കിൽ ആ എമൗണ്ടിൽ എത്ര പാർട്ടിക്കിൾസ് വരണം? 6.022 into 10⁻23 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവണം, എങ്കിലേ അത് 1 മോൾ ഹൈഡ്രജൻ ആവും. അപ്പോൾ 1 മോൾ ഹൈഡ്രജൻ ആവണമെങ്കിൽ 6.022 into 10⁻23 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവണം. അപ്പോൾ ഇത്രയും ഹൈഡ്രജൻ ആറ്റംസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് അവോഗാഡ്രോ നമ്പർ വീതം ഹൈഡ്രജൻ ആറ്റംസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാസ് ഏതിന് ഈക്വൽ ആണ് പറഞ്ഞു? ഗ്രാം അറ്റോമിക് മാസിന് ഈക്വൽ ആയിരിക്കും എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 എന്ന് എടുക്കാം, 1 ഗ്രാം. അപ്പോൾ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ 1 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ ഇത് ഒരു ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ 1 GAM എന്ന് എടുക്കാം. 1 GAM, അതായത് ഒരു ഹൈഡ്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് എടുക്കാം, 1 GAM. അതേപോലെ 1 മോൾ ഓക്സിജൻ.
ഇപ്പോൾ 1 മോൾ ഓക്സിജൻ ആകണമെങ്കിൽ 6.022 ഇൻറ്റു 10⁻23 ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവണം. 6.022 ഇൻറ്റു 10⁻23 ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവണം എങ്കിൽ അത് 1 മോൾ ഓക്സിജൻ ആയി. അപ്പോൾ 1 മോൾ ഓക്സിജന്റെ മാസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16 ഗ്രാം എന്ന് എടുക്കണം. അതായത് ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ്, അത് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യണം. 16 ഗ്രാം. അപ്പോൾ അത് ഒരു ഓക്സിജന്റെ ഗ്രാം അറ്റോമിക് മാസ് ആയതുകൊണ്ട് നമുക്ക് അത് ഓക്സിജന്റെ 1 GAM എന്ന് എടുക്കാം. അപ്പോൾ ഓക്സിജന്റെ 1 GAM എന്ന് പറയുന്നത് 16 ഗ്രാം ആണ്. അതായത് ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്തത് 1 GAM. ഓക്കെ, നെക്സ്റ്റ് 1 മോൾ നൈട്രജൻ. 1 മോൾ നൈട്രജൻ ആകണമെങ്കിൽ അവോഗാഡ്രോ നമ്പർ നൈട്രജൻ ആറ്റംസ് വരണം. അതായത് 6.022 ഇൻറ്റു 10⁻23 നൈട്രജൻ ആറ്റംസ് വരണം. അപ്പൊ അത്രയും നൈട്രജൻ ആറ്റത്തിന്റെ മാസ് ആണ് 1 മോളിന്റെ മാസ്. അപ്പൊ അതെന്ന് പറയുന്നത് നൈട്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് എടുക്കണം. അതായത് നൈട്രജന്റെ അറ്റോമിക് മാസ് 14 ആണ്, അതിന് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ 14 ഗ്രാം എന്ന് വരും. 14 ഗ്രാം. അപ്പോൾ ഒരു നൈട്രജന്റെ അറ്റോമിക് മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്തതുകൊണ്ട് നമുക്ക് അവിടെയും 1 GAM എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ ആറ്റംസിനെ കൺസിഡർ ചെയ്താണ് പറഞ്ഞത്. ഇനി നമുക്ക് മോളിക്യൂളിനെ കൺസിഡർ ചെയ്യാം. 1 മോൾ വാട്ടർ. 1 മോൾ വാട്ടർ. വാട്ടർ എന്ന് പറയുന്നത് മോളിക്യൂൾ ആണ്, ഒന്നിലധികം ആറ്റംസ് കമ്പൈൻ ചെയ്തത് ഫോം ചെയ്യുന്നതാണ് അല്ലെ 1 മോൾ വാട്ടർ. അപ്പോൾ 1 മോൾ വാട്ടർ ആകണമെങ്കിൽ അവോഗാഡ്രോ നമ്പർ വാട്ടർ മോളിക്യൂൾസ് എടുക്കണം. 6.022 ഇൻറ്റു 10⁻23 വാട്ടർ മോളിക്യൂൾസ് വരണം. ഓക്കെ, അപ്പോൾ വാട്ടർ ഒരു മോളിക്യൂൾ ആയതുകൊണ്ട് അതിന്റെ മോളിക്കുലർ മാസ് കണ്ടെത്തുക. മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജന്റെയും 1 ഓക്സിജന്റെ മാസും കൂടെ എടുത്ത് ആഡ് ചെയ്യണം. അപ്പൊ 2 ഹൈഡ്രജന്റെ മാസ് എന്ന് പറഞ്ഞാൽ 1 + 1 + 16. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എത്ര വരും? 18 എന്ന് വരും. ആ 18 ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുക. 18 ഗ്രാം. ഓക്കെ, അപ്പൊ 18 ഗ്രാം. ഇതാണ് വാട്ടറിന്റെ ഗ്രാം മോളിക്കുലർ മാസ്. അപ്പൊ ഒരു വാട്ടർ മോളിക്യൂളിന്റെ മാസ് നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ 1 GMM എന്ന് വിളിക്കാം. 1 GMM, 1 ഗ്രാം മോളിക്കുലർ മാസ്. അതായത് ഒരു വാട്ടർ മോളിക്യൂളിന്റെ ഗ്രാം മോളിക്കുലർ മാസ് ആണ് 18 ഗ്രാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു മോളിക്യൂൾ അമോണിയ. അപ്പൊ 1 മോൾ അമോണിയ എടുക്കണം. 1 മോൾ അമോണിയ. അപ്പോൾ അവോഗാഡ്രോ നമ്പർ അമോണിയ മോളിക്യൂൾസ് വരണം. 6.022 ഇൻറ്റു 10⁻23 അമോണിയ മോളിക്യൂൾസ്. അപ്പോൾ അതിന്റെ മാസ് ഈക്വൽ ആകണമെങ്കിൽ അതിന്റെ മോളിക്കുലർ മാസ് കണ്ടെത്തിയിട്ട് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ അമോണിയയുടെ മാസ് കണ്ടുപിടിക്കുമ്പോൾ നൈട്രജൻ 14, 3 ഹൈഡ്രജൻ ആകുമ്പോൾ 1 വെച്ച് 1 × 3 വരും. അപ്പോൾ 14 + 3 എന്ന് വരും. നൈട്രജന്റെ മാസ് 14, ഹൈഡ്രജൻ്റെത് 3 എണ്ണം വരുമ്പോൾ 3 വരും. 14 + 3 അപ്പൊ 17 വരും. അത് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ 17 ഗ്രാം എന്ന് കിട്ടും. 17 ഗ്രാം. അപ്പോൾ അതാണ് 1 GM. അത് അമോണിയയുടെ 1 GMM ആണ്. ഒരു അമോണിയ മോളിക്യൂളിന്റെ മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്തത് 1 GMM. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറയാം. പറഞ്ഞ വേറെ ഒന്നുമില്ല. മോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ്. അതായത് ഈ നമ്പർ അറിയപ്പെടുന്നത് അവോഗാഡ്രോ നമ്പർ എന്നാണ്. അപ്പോൾ അവോഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിന്റെ എമൗണ്ടിനെയാണ് 1 മോൾ എന്ന് പറയുന്നത്. അപ്പോൾ 1 മോൾ എന്ന് പറയുമ്പോൾ അവോഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ആറ്റംസ് ആകാം, മോളിക്യൂൾ ആകാം. ഓക്കെ, അപ്പോൾ അവോഗാഡ്രോ നമ്പർ ആറ്റംസ് മോളിക്യൂൾസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് ടോട്ടൽ ആയിട്ടുള്ളൊരു മാസ് ഉണ്ടാവും. ആ മാസ് ഒരു ആറ്റത്തിനെ റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ അതിന്റെ ഗ്രാം അറ്റോമിക് മാസ് ആയിരിക്കും. ഗ്രാം അറ്റോമിക് മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യണം. മോളിക്യൂൾ ആണെങ്കിൽ അതിന്റെ മോളിക്കുലർ മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ GMM എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കുറെ എക്സാമ്പിൾസ് നോക്കി. 1 മോൾ ഹൈഡ്രജൻ, 1 മോൾ ഓക്സിജൻ, 1 മോൾ നൈട്രജൻ, 1 മോൾ വാട്ടർ, 1 മോൾ അമോണിയ. ഇതെല്ലാം 1 മോൾ വീതമാണ് പറഞ്ഞത്. 1 മോൾ വീതം ആകണമെങ്കിൽ അതിന്റെ അകത്ത് അവോഗാഡ്രോ നമ്പർ വീതം ഉണ്ടാവണം. അപ്പോൾ 1 മോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ ഹൈഡ്രജൻ ആറ്റംസ് അല്ലെ 6.022 ഇൻറ്റു 10⁻23 ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ, അതേപോലെ 1 മോൾ ഓക്സിജൻ അത്രയും തന്നെ 6.022 ഇൻറ്റു 10⁻23 ഓക്സിജൻ ആറ്റംസ്. അതേപോലെ 1 മോൾ നൈട്രജൻ 6.022 ഇൻറ്റു 10⁻23 നൈട്രജൻ ആറ്റംസ് ഉണ്ടാകണം. അതേപോലെ 1 മോൾ വാട്ടർ. 1 മോൾ വാട്ടർ ആകുമ്പോൾ അത്രയും വാട്ടർ മോളിക്യൂൾസ് വരണം. അത്രയും വാട്ടർ മോളിക്യൂൾ, വാട്ടർ ഒരു മോളിക്യൂൾ ആയതുകൊണ്ട് അത്രയും വാട്ടർ മോളിക്യൂൾസ് വരണം. അതേപോലെ 1 മോൾ അമോണിയ, അതും മോളിക്യൂൾ ആണ്. അപ്പോൾ അവോഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് വരണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ അവോഗാഡ്രോ നമ്പർ വീതം ഉണ്ടെങ്കിൽ 1 മോൾ ആകുമെന്നാണ്. ഇനി അതിന്റെ മാസുകൾ അവിടെ പറഞ്ഞു. 1 മോൾ ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറയുമ്പോൾ അതിന് ഈക്വൽ ആയിട്ടുള്ള മാസ് എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യണം. 1 ഗ്രാം. ഓക്സിജൻ ആകുമ്പോൾ 16 ഗ്രാം, നൈട്രജൻ ആകുമ്പോൾ 14 ഗ്രാം. വാട്ടർ ഒരു മോളിക്യൂൾ ആയതുകൊണ്ട് മോളിക്കുലർ മാസ് കൂട്ടി കണ്ടുപിടിച്ചതിന് ശേഷം അത് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യണം. 18 ഗ്രാം. അതേപോലെ അമോണിയ ഒരു മോളിക്യൂൾ ആണ്. അപ്പോൾ മോളിക്കുലർ മാസ് കണ്ടെത്തിയിട്ട് അതും ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യണം. പിന്നെ ഒരു ആറ്റത്തിന്റെ ഗ്രാം അറ്റോമിക് മാസ് ആണ് ഇവിടെ എല്ലാം നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് 1 GAM ആണ് ഇത് മൂന്നും. ഓക്സിജന്റെ ഒരു ആറ്റത്തിന്റെ ഗ്രാം അറ്റോമിക് മാസ് 16 ഗ്രാം, അതുകൊണ്ട് അത് 1 GM ആയി. ഹൈഡ്രജന്റെ
ഒരു ആറ്റത്തിന്റെ ഗ്രാം അറ്റോമിക് മാസ്, അതുകൊണ്ട് അത് 1 GAM തന്നെയാണ്. അതേപോലെ നൈട്രജന്റെ ഒരു ആറ്റത്തിന്റെ ഗ്രാം അറ്റോമിക് മാസ്, അപ്പോൾ 1 GAM. അതേപോലെ വാട്ടർ മോളിക്യൂൾ, ഒരു വാട്ടർ മോളിക്യൂളിന്റെ ഗ്രാം മോളിക്കുലാർ മാസ്, അതുകൊണ്ടാണ് ഇവിടെ 1 GMM എന്ന് പറഞ്ഞത്. അതേപോലെ അമോണിയ ആകുമ്പോൾ 17 ഗ്രാം ഒരു അമോണിയ മോളിക്യൂളിന്റെ മാസാണ്, അതുകൊണ്ട് 1 GMM. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ മാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിലേക്ക് പോകാം ഓരോന്നായിട്ട്. ആദ്യം കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് മോൾസ്. മോൾ കൺസെപ്റ്റ് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസിന്റെ ഒരു ജനറൽ ഇക്വേഷൻ ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഗിവൺ മാസ് ബൈ GAM ഓർ GMM. അത് എങ്ങനെ വരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോൾസ്. ഞാൻ ഇവിടെ ഒരു 8 സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലേ. 140 ഗ്രാം നൈട്രജൻ, 60 ഗ്രാം കാർബൺ, 71 ഗ്രാം ക്ലോറിൻ, 5 ഗ്രാം ഹൈഡ്രജൻ, 180 ഗ്രാം വാട്ടർ, 85 ഗ്രാം അമോണിയ, 88 ഗ്രാം CO2, 28 ഗ്രാം നൈട്രജൻ. ഇത്രയും സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിലെ ഈ സാമ്പിൾസിലെ എല്ലാം ഈ പറയുന്ന ആറ്റംസും മോളിക്യൂൾസ് ഒക്കെ എത്ര മോൾസ് വീതം അടങ്ങിയിട്ടുണ്ടെന്നാണ് ഈ പറഞ്ഞ സാമ്പിൾസ്. നമ്മളൊരു മാസ് തന്നിട്ടുണ്ട്, ഗിവൺ മാസ് ആ ക്വസ്റ്റ്യനിലുണ്ട്. ആ ഗിവൺ മാസിൽ ഈ പറഞ്ഞിരിക്കുന്ന ആറ്റംസും മോളിക്യൂൾസിന്റെയും എത്ര മോൾസ് വീതം അടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തത് A, 140 ഗ്രാം നൈട്രജൻ. 140 ഗ്രാം നൈട്രജനിൽ നൈട്രജന്റെ എത്ര മോൾസ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ആറ്റത്തിന്റെ കേസിൽ പറയുമ്പോൾ അതിന്റെ ഒരു മോൾ എന്ന് പറയുന്നത് അതിന്റെ ഗ്രാം അറ്റോമിക് മാസ് ആയിരിക്കും. തൊട്ടുമ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ഒരു ആറ്റത്തിനെ റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ അതിന്റെ 1 മോളിന്റെ മാസ് എന്ന് പറയുന്നത് അതിന്റെ ഗ്രാം അറ്റോമിക് മാസ് ആയിരിക്കും. അവോഗാഡ്രോ നമ്പർ വീതം എടുക്കുമ്പോഴുള്ള ടോട്ടൽ മാസ് അതിന്റെ ഗ്രാം അറ്റോമിക് മാസ്. അപ്പൊ 140 140 ആണ് തന്നേക്കുന്നത്. അപ്പൊ 140 നൈട്രജന്റെ 1 മോളിന്റെ മാസ് എന്താണ്, അതിന്റെ ഗ്രാം അറ്റോമിക് മാസ് 40 ഗ്രാം എത്ര തവണ ഉണ്ട് എന്ന് നോക്കുക. അപ്പൊ 140 ഡിവൈഡഡ് ബൈ 14. അപ്പൊ 140 എത്ര പവനാലുണ്ട്, 10 പവനാലുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം അത് 10 മോളിന് ഈക്വൽ ആണ്. അതായത് 10 മോൾ നൈട്രജൻ ആണ് 140 ഉള്ളത്. ഓക്കെ, അപ്പൊ നൈട്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് 14 ആണ്. അതാണ് 14 ഗ്രാം ആണ്. ഗ്രാം അറ്റോമിക് മാസ് 14 ഗ്രാം ആണ്. ആ 40 ഗ്രാം ഈ തന്നിരിക്കുന്ന അതായത് ഗിവൺ മാസ് ആയ 140 എത്ര തവണയുണ്ട്. ഓക്കെ, അപ്പൊ 140 ഡിവൈഡഡ് ബൈ 14 10 തവണ 14 140 ഇല്ലേ. അപ്പൊ 10 14 ഉണ്ടെങ്കിൽ അത് 10 മോൾ നൈട്രജൻ ഈക്വൽ ആയില്ലേ. അങ്ങനെയാണ് ഇവിടെ എന്ത് വരുന്നത്, 10 മോൾ എന്ന ആൻസർ വരുന്നത്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ പറഞ്ഞ എന്താണ്, 16 ഗ്രാം കാർബണില് കാർബണിന്റെ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. 16 ഗ്രാം കാർബണില് കാർബണിന്റെ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് എന്നാണ്. അപ്പോൾ 1 മോൾ കാർബൺ മാസ് നമ്മൾ അറിയണം. 1 മോൾ കാർബൺ എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രാം അറ്റോമിക് മാസ്. 1 മോൾ കാർബണിന്റെ മാസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രാം അറ്റോമിക് മാസ്. കാർബണിന്റെ അറ്റോമിക് മാസ് നമുക്ക് 12 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 12 ഗ്രാം ആണ് കാർബണിന്റെ 1 മോളിന്റെ മാസ്. 12 ഗ്രാം കാർബണിന്റെ ഗ്രാം അറ്റോമിക് മാസ്. അത് ഈ 60 എത്ര തവണ ഉണ്ട് എന്ന് നോക്കണം. അപ്പൊ 60 ഡിവൈഡ് ബൈ 12. അപ്പൊ 60 എത്ര 12 ഉണ്ട്, 12 into 5 അല്ലേ 60. അപ്പൊ 60 എത്ര 12 ഉണ്ട്, 5 12 ഉണ്ട്. ഓക്കെ, 5 12കൾ ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം 5 മോൾ കാർബൺ ആണ് 60 ഗ്രാമിലുള്ളത് അല്ലെ. 12 ഗ്രാം ആണ് 1 മോൾ കാർബൺ. അങ്ങനെ 12 5 പ്രാവശ്യം 60 അടങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പൊ 5 തവണ 12 ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഓരോ 12 1 മോൾ ആണ്. അങ്ങനെ 5 12 ഉണ്ടെങ്കിൽ അത് എത്ര മോളിന് ഈക്വൽ ആയി, 5 മോളിന് ഈക്വൽ ആയിട്ട് വരും. അതായത് 5 മോൾ കാർബൺ ആണ് 60 ഗ്രാം കാർബൺ. ഓക്കെ, അതേപോലെ 71 ഗ്രാം ക്ലോറിൻ. 71 ഗ്രാം ക്ലോറിൻ. അപ്പോൾ ക്ലോറിന്റെ 1 മോളിന്റെ മാസ് നമുക്കറിയണം. ക്ലോറിന്റെ 1 മോളിന്റെ മാസ് എന്ന് പറയുന്നത് അതിന്റെ ഗ്രാം അറ്റോമിക് മാസ്. ഏതൊരു ആറ്റായാലും അതിന്റെ ഗ്രാം അറ്റോമിക് മാസ് എടുത്താൽ മതി, 1 മോൾ എന്നും പറഞ്ഞു. അപ്പൊ 71 ഗ്രാം ക്ലോറിൻ എന്ന് പറയുമ്പോൾ അതിൽ ക്ലോറിന്റെ 1 മോളിന്റെ മാസ് നമ്മൾ അറിയണം. 1 മോൾ കാർബൺ എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രാം അറ്റോമിക് മാസ്. ക്ലോറിന്റെ അറ്റോമിക് മാസ് 35.5 ആണ്. അപ്പൊ നമുക്ക് 35.5 ഗ്രാം എന്ന് എടുത്താൽ ഗ്രാം അറ്റോമിക് മാസ് ആയി. അപ്പൊ 71 ക്ലോറിന്റെ 1 മോളിന്റെ മാസ് അതായത് ഗ്രാം അറ്റോമിക് മാസ് 35.5 എത്ര തവണ ഉണ്ട് എന്ന് നോക്കണം. അപ്പോൾ 71 ഡിവൈഡഡ് ബൈ 35.5. അപ്പൊ 71 2 തവണയാണ് 35.5 അടങ്ങിയിട്ടുള്ളത്. 2 തവണ വരും. അപ്പൊ 2 തവണ അടങ്ങുന്നതുകൊണ്ട് നമുക്ക് പറയാം 2 മോൾ ആണ്.
ക്ലോറിന്റെ 2 മോൾ ആണ് 71 ഗ്രാം. ഓക്കെ, 35.5 രണ്ട് തവണയാണ് 71 അപ്പൊ 2 മോൾ ക്ലോറിൻ ആണെന്ന് പറയാം. അതേപോലെ 5 ഗ്രാം ഹൈഡ്രജൻ, 5 ഗ്രാം ഹൈഡ്രജൻ, അതിൽ ഹൈഡ്രജന്റെ എത്ര മോൾസ് ഉണ്ടെന്ന് നോക്കണം. അപ്പൊ 1 മോൾ ഹൈഡ്രജന്റെ മാസ്, 1 മോൾ ഹൈഡ്രജന്റെ മാസ് എന്ന് പറയുന്നത് അതിന്റെ ഗ്രാം അറ്റോമിക് മാസ്. ഗ്രാം അറ്റോമിക് മാസ് 1 ആണ്, അത് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ 1 ഗ്രാം. അപ്പൊ 1 ഗ്രാം വെച്ച് 5ൽ എത്ര തവണ ഉണ്ട്? 5 ഗ്രാമിൽ എത്ര ഒന്നുണ്ട്? 5 ഒന്നുകളില്ലേ? അപ്പൊ നമുക്ക് 5 മോൾ എന്ന് പറയാം. അപ്പോൾ 5 ഡിവൈഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മോൾ. കണ്ടോ? അപ്പൊ ഈ രീതിയിൽ അപ്പൊ തന്നിരിക്കുന്ന മാസിൽ, നമുക്ക് ഗിവൺ മാസിൽ ഓരോ ആറ്റത്തിന്റെയും 1 മോളിന്റെ മാസ്, അതായത് അതിന്റെ ഗ്രാം അറ്റോമിക് മാസ് എത്ര തവണ ഉണ്ട് എന്ന് നോക്കുക. അതായിരിക്കും അതിലുള്ള നമ്പർ ഓഫ് മോൾസ്, അതായത് ആറ്റത്തിന്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവിടെ എന്ത് വന്നത്? ഗിവൺ മാസ് ബൈ GAM എന്ന് വന്നത്. അപ്പൊ നമ്മളിവിടെ കോമൺ ആയിട്ട് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്താൽ ഇവിടെ തന്നിരിക്കുന്ന മാസിൽ ഓരോ ആറ്റത്തിന്റെയും ഗ്രാം അറ്റോമിക് മാസ് എത്ര തവണ ഉണ്ട് എന്നല്ലേ നോക്കുന്നത്, അല്ലെ? ഓരോ ആറ്റത്തിന്റെയും ഗ്രാം അറ്റോമിക് മാസ് ഗിവൺ മാസിൽ എത്ര തവണ ഉണ്ട് എന്നാണ് നോക്കുന്നത്. അപ്പൊ അത് എത്ര തവണ ഉണ്ടെന്ന് നോക്കാൻ ഗിവൺ മാസ് ബൈ GAM ചെയ്യണം. ആറ്റം ആണെങ്കിൽ GAM ചെയ്യും. ഇനി മോളിക്യൂൾ ആണെങ്കിൽ അതിന്റെ 1 മോളിന്റെ മാസ് എന്താണ്? ഗ്രാം മോളിക്യുലാർ മാസ് ആണ്. അത് എത്ര തവണ അടങ്ങുന്നുണ്ടെന്ന് നോക്കണം. അപ്പൊ ഞാൻ രണ്ടാമത്തെ സെറ്റ് ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത് എല്ലാം മോളിക്യൂൾസ് ആണ്. അപ്പൊ നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് 180 ഗ്രാം വാട്ടർ ആണ്, 180 ഗ്രാം ജലം. അപ്പൊ നോക്കാം, വാട്ടറിന്റെ 1 മോളിന്റെ മാസ് എന്ന് പറയുന്നത് അതിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. അപ്പൊ 2 ഹൈഡ്രജന്റെയും 1 ഓക്സിജന്റെയും മാസ് എടുത്ത് ടോട്ടൽ ചെയ്യണം. അപ്പൊ നമുക്ക് 18 എന്ന് കിട്ടും. അപ്പൊ 1 മോൾ വാട്ടറിന്റെ മാസ് എന്ന് പറയുന്നത് 18 ഗ്രാം ആണ്. അപ്പൊ 18 ഗ്രാം 180യിൽ എത്ര തവണ ഉണ്ടെന്ന് നോക്കണം. അപ്പൊ എത്ര തവണ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഡിവൈഡ് നോക്കുന്നു. 180 ഡിവൈഡഡ് ബൈ 18. അപ്പൊ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് ആവും. ഓക്കെ, അപ്പൊ 180 ഡിവൈഡ് ബൈ 18. അപ്പൊ 10 തവണയാണ് 18 180 ഉള്ളത്. അപ്പൊ നമുക്ക് പറയാം 10 മോൾ വാട്ടർ ആണെന്ന് പറയാം. 180 ഗ്രാം വാട്ടർ എന്ന് പറയുന്നത് 10 മോൾ ആണ്. കാര്യം 1 മോൾ വാട്ടറിന്റെ മാസായ 18 ഗ്രാം, അതായത് അതിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് 10 തവണ 180 വരുന്നത് കൊണ്ട് 10 മോൾ ആണെന്ന് പറയാം. ഓക്കെ, അടുത്തത് 85 ഗ്രാം അമോണിയ ആണ് പറഞ്ഞിരിക്കുന്നത്. 85 ഗ്രാം അമോണിയ. അപ്പൊ അമോണിയയുടെ 1 മോളിന്റെ മാസ് എന്ന് പറയുന്നത് അതിന്റെ ഗ്രാം മോളിക്കുലാർ മാസ്. അമോണിയയുടെ ഗ്രാം മോളിക്കുലാർ മാസ് നമ്മൾ തൊട്ടുമ്പ് പറഞ്ഞു. നൈട്രജന്റെ 14ഉം 3 ഹൈഡ്രജന്റെ മാസ്. അപ്പൊ 1 + 1 + 1 3 വരും. അങ്ങനെ 14 + 3 17 ഗ്രാം എന്ന് വരും. അപ്പൊ ഈ 70 ഗ്രാം 85ൽ എത്ര തവണ വരും എന്ന് നോക്കണം. അപ്പൊ 85 ഡിവൈഡഡ് ബൈ 17 എത്രയാണ്? 5 മോൾ എന്ന് വരും. 5 മോൾ. 85ല് 17 5 തവണയുണ്ട്. അപ്പൊ 5 മോൾ ആയിട്ട് വരും. ഓക്കെ, അതേപോലെ 88 ഗ്രാം CO2, 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ 1 മോളിന്റെ മാസ് എന്ന് പറയുന്നത് അതിന്റെ ഗ്രാം മോളിക്കുലാർ മാസ്. ഒരു കാർബൺ 12 പ്ലസ് 2 ഓക്സിജൻ. അപ്പൊ 16 × 2 ചെയ്യണം. 16 × 2 32. അപ്പൊ 12ഉം 32ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പൊ 12 കാർബണിന്റെ മാസ്, 32 2 ഓക്സിജന്റെ മാസ്, 44 എന്ന് വരും. അപ്പൊ 44 ഗ്രാം ആണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രാം മോളിക്കുലാർ മാസ്, അതായത് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ്. അപ്പൊ 88ൽ എത്ര 44 ഉണ്ടെന്ന് നോക്കുക. അപ്പൊ 88 ഡിവൈഡഡ് ബൈ 44. 1 മോളിന്റെ മാസായ 44 88ൽ എത്ര തവണ? 2 തവണയുണ്ട്. അപ്പൊ 2 മോൾ എന്ന് പറയാം. ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 2 മോൾ. ഓക്കെ, അതേപോലെ 28 ഗ്രാം നൈട്രജനിൽ എത്ര മോൾസ് ഉണ്ട്? 28 ഗ്രാം N2 ആണ്, N അല്ല, N2. N2 എന്ന് പറയുമ്പോൾ മോളിക്യൂൾ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ N2. അപ്പൊ ഇവിടെ N2ന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 28 വരും. 14 × 2 2 തവണ 14 ഇല്ലേ? അപ്പൊ 14 + 14 നടത്താലും മതി. അപ്പൊ 28 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് 28 ഗ്രാം N2 തന്നെയാണ്. അപ്പൊ 20 ഗ്രാം N2 എന്ന് പറഞ്ഞാൽ എന്താണ്? 28/28, അല്ലെങ്കിൽ ഊഹിക്കാവുന്നേ ഉള്ളൂ. എത്ര വരും? 1 മോളിനെ വരുള്ളൂ. ഓക്കെ, 28/28 1 മോൾ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ GAM ഓർ GMM. അപ്പോൾ ഒരു ആറ്റത്തിന്റെ ഒരു സാമ്പിൾ തന്നിട്ട് അതിലുള്ള മോൾസ്, അത് എത്ര മോൾസിന് ഈക്വൽ ആണ്, അല്ലെങ്കിൽ അതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ആണ് ആ ഒരു ആറ്റം ഉള്ളതെന്ന് കണ്ടുപിടിക്കാനാണ് ഗിവൺ മാസ് ബൈ GAM യൂസ് ചെയ്യാനുള്ളത്. ഇനി ഒരു മോളിക്യൂളിന്റെ സാമ്പിൾ ആണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഗിവൺ മാസ് ബൈ GMM. അതിന്റെ 1 മോളിന്റെ മാസ് എത്ര തവണ ഉണ്ടെന്ന് നോക്കാൻ GMM വെച്ച് വേണം ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ ഈ രീതിയിലാണ് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് GAM ഓർ GMM.
അതായത് നമുക്കൊരു ഗിവൺ മാസ് തന്നെയാണ് ഇവിടെ തരുന്നത്, ഒരു മാസ് തന്നെയാണ് തരുന്നത്. അതിൽ എത്ര GAM എത്ര GMM, ആ തന്നിരിക്കുന്ന ആറ്റത്തിന്റെ എത്ര GM അടങ്ങിയിട്ടുണ്ട്, എത്ര GMM അടങ്ങിയിട്ടുണ്ട് എന്നാണ്. ഇത് നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. അതായത് ഒരു മോളിന്റെ മാസ് തന്നെയാണ് GAM. അതുകൊണ്ട് എത്ര മോൾസ് എന്ന് കാണാൻ വേണ്ടിയും നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഗിവൺ മാസിൽ ഒരു മോളിന്റെ മാസായ GAM-ഉം മോളിക്യൂൾ ആണെങ്കിൽ GMM-ഉം എത്ര തവണ അടങ്ങുന്നു നോക്കുന്നു. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്പർ ഓഫ് GAM GMM ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് GAM, അടുത്തത് കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് GMM. അപ്പോൾ ഇത് ഈ സാമ്പിളുകളെല്ലാം ഒരു ആറ്റംസ് ആണ് തന്നിരിക്കുന്നത്. ഈ സാമ്പിളുകളിലെല്ലാം ഒരു ആറ്റമാണുള്ളത്, നൈട്രജൻ, കാർബൺ, ക്ലോറിൻ, ഹൈഡ്രജൻ. ഇവിടെയാണെങ്കിൽ GMM കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നതിൽ മോളിക്യൂൾസ് ആണ്, വാട്ടർ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ മോളിക്യൂൾ. ഓക്കെ, അതായത് നമുക്ക് 140 ഗ്രാം നൈട്രജനിൽ 140 ഗ്രാം നൈട്രജനിൽ നൈട്രജന്റെ എത്ര GAM അടങ്ങിയിട്ടുണ്ട്, എത്ര GAM അടങ്ങിയിട്ടുണ്ട് എന്ന് നോക്കുന്നത് തന്നെയാണ് നമ്മൾ മോൾസ് ആയിട്ട് എടുക്കുന്നത്, അല്ലെ? നമ്പർ ഓഫ് മോൾസ് ആയിട്ട് എടുക്കുന്നത് അത് തന്നെയാണ്. ഇവിടെയും സെയിം കാൽക്കുലേഷൻ തന്നെ വരും. എന്താണ്? 140 ഗ്രാം നൈട്രജനിൽ നൈട്രജന്റെ എത്ര GAM അടങ്ങിയിട്ടുണ്ട്, 140/14, 14 അല്ലേ അതിന്റെ GAM. അങ്ങനെ എത്ര ഗ്രാം അറ്റോമിക് മാസുകൾ 140 ഉണ്ടെന്നാണ് നോക്കുന്നത്. അപ്പൊ എത്ര GAM? 10 GAM ഉണ്ട്. 10 GAM അടങ്ങുന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ 10 മോൾ 10 മോൾ എന്നും പറഞ്ഞ് നേരത്തെ എടുത്തത്. സെയിം കാൽക്കുലേഷൻ ആണ്, രണ്ടും ഒരേ ക്വസ്റ്റ്യൻ, ടേം മാറുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഈ 14 ആണ് ഒരു മോളിന്റെ മാസ് GAM. അത് 150 എത്ര തവണ അടങ്ങുന്നു തന്നെയാണ് നോക്കുന്നത്. ഇവിടെ അത് തന്നെ എത്ര GAM അടങ്ങുന്നു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതെങ്കിലും 14 ആണ് അതിന്റെ GAM. അത് എത്ര തവണ 150 ഉണ്ടെന്ന് തന്നെയാണ് നോക്കുന്നത്. ഇപ്പൊ 140/14 is equal to 10 GAM. നേരത്തെ നമ്മൾ ഇവിടെ 10 മോൾ എന്നാണ് എഴുതിയത്. അത് മോൾസിന്റെ എണ്ണമായിട്ട് ചോദിച്ചുകൊണ്ടാണ്. ഇവിടെ ഗ്രാം അറ്റോമിക് മാസുകളുടെ എണ്ണമായിട്ട് ചോദിക്കുന്നുണ്ട്. കിട്ടുന്ന ആൻസറിൽ എന്ത് നേരത്തെ എഴുതുന്നു? GAM എന്ന് നേരത്തെ എഴുതുന്നു. ഓക്കെ, ഇനി 60 ഗ്രാം കാർബണിൽ കാർബണിന്റെ ഗ്രാം അറ്റോമിക് മാസുകൾ എത്ര തവണയുണ്ട്? അപ്പൊ ഇവിടെയും 60 ഡിവൈഡഡ് ബൈ കാർബണിന്റെ ഗ്രാം അറ്റോമിക് മാസ് 12 ആണ്. അത് എത്ര തവണ ഉണ്ടെന്ന് തന്നെയാണ് നോക്കുന്നത്. 60 ഡിവൈഡ് ബൈ 12 ദാറ്റ് ഇസ് ഈക്വൽ ടു 5 GAM. 5 തവണയുണ്ട്, 12. അതുകൊണ്ട് 5 GAM ഉണ്ടെന്ന് പറയാം. മോൾസിന്റെ എണ്ണം ചോദിച്ചാലും ഇത് തന്നെ കാര്യമാണ്. 60/12 is equal to 5 മോൾ എന്ന് എഴുതും. ഓക്കെ, ഇനി 71 ഗ്രാം ക്ലോറിൻ. 71 ഗ്രാം ക്ലോറിനിൽ ക്ലോറിന്റെ എത്ര GAM ഉണ്ടെന്ന് നോക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 71/35.5, ക്ലോറിന്റെ GAM 35.5 തന്നെയാണ്. അത് എത്ര തവണ 71 ഉണ്ടെന്ന് നോക്കുന്നു. 2 തവണയുള്ളതുകൊണ്ട് 2 GAM. ഓക്കെ, അപ്പൊ 5 ഗ്രാം ഹൈഡ്രജനിൽ ഹൈഡ്രജന്റെ എത്ര GAM അടങ്ങിയിട്ടുണ്ട്? അപ്പൊ 5ൽ ഹൈഡ്രജന്റെ GAM 1 ഗ്രാം ആണ്. ആ 1 ഗ്രാം എത്ര തവണ ഉണ്ടെന്നാണ് നോക്കുന്നത്. 5/1 is equal to 5 GAM. 5 തവണ ഉണ്ടോണ്ട് 5 GAM ഉണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ GAM കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. മോൾസ് കണ്ടുപിടിക്കുന്നതും ഇതേപോലെ തന്നെ. ഓക്കെ, അടുത്തത് മോളിക്യൂളിന്റെ കേസിൽ നമ്മൾ എത്ര ഗ്രാം മോളിക്കുലർ മാസ് വീതമുണ്ട് ഉണ്ട് എന്ന് നോക്കുന്നു. അതായത് 180 ഗ്രാം വാട്ടർ ആണ് തന്നേക്കുന്നത്. അപ്പോൾ വാട്ടറിന്റെ ഗ്രാം മോളിക്കുലർ മാസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 18 ഗ്രാം ആണ്. അപ്പോൾ 180ൽ എത്ര 18 ഉണ്ട് എന്ന് നോക്കുന്നു. 180 ഡിവൈഡ് ബൈ 80, അപ്പോൾ 10 തവണ ഉള്ളതുകൊണ്ട് 10 GM ഉണ്ടെന്ന് പറയും. 180 ഗ്രാം വാട്ടർ എന്ന് പറയുന്നത് 18 GM അടങ്ങിയിട്ടുണ്ട്. വാട്ടറിന്റെ 18 GM അല്ല, 18 വെച്ചിട്ട് എത്ര 10 GM അടങ്ങിയിട്ടുണ്ട്. ഇനി 85 ഗ്രാം അമോണിയ. 85 ഗ്രാം അമോണിയ. അപ്പോൾ 85 ഗ്രാം അമോണിയ എന്ന് പറയുമ്പോൾ അമോണിയയുടെ ഗ്രാം മോളിക്കുലർ മാസ് 17 ആണ്. അപ്പോൾ 17 വെച്ച് 85ൽ എത്രയുണ്ട്? 5 GM ഉണ്ട്. 85 ഡിവൈഡ് ബൈ 17, 5 GM. അടുത്തത് 88 ഗ്രാം CO2. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രാം മോളിക്കുലർ മാസ് 44 ആണ്. അങ്ങനെ 88ൽ എത്ര 44? 2 44. അതുകൊണ്ട് 2 GM ഉണ്ടെന്ന് പറയും. ഓക്കെ, അതേപോലെ 28 ഗ്രാം N2 തരുമ്പോൾ അതിൽ എത്ര നൈട്രജൻ മോളിക്യൂളിന്റെ ഗ്രാം മോളിക്കുലർ മാസ് ഉണ്ട്? അപ്പോൾ നൈട്രജന്റെ ഗ്രാം മോളിക്കുലർ മാസും 28 തന്നെയാണ്. അപ്പോൾ 28 ഗ്രാം N2 എന്ന് പറയുന്നത് 1 GM തന്നെയാണ്. 28/28 is equal to 1 GM. അപ്പോൾ പറഞ്ഞതാണ് മോൾസ് കാണുന്നതും GAM-ഉം GMM-ഉം കാണുന്നതും ഒന്ന് തന്നെയാണ്. അപ്പോൾ മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഒരു മോളിന്റെ മാസായ GAM-ഉം GMM-ഉം എത്ര തവണ ആ ഗിവൺ മാസിലുണ്ട് എന്ന് തന്നെയാണ് നോക്കുന്നത്. ഇനി GAM-ഉം GMM കാണാൻ പറഞ്ഞാലും അത് തന്നെയാണ്. എത്ര GAM എത്ര GM അതിൻ്റെ അടങ്ങുന്നു. നമ്മൾ ആൻസറിന്റെ കൂടെ മോൾസ് ആണെങ്കിൽ മോൾ എന്ന് എഴുതിവെക്കും. GAM ആണ് അല്ലെങ്കിൽ GMM-ന്റെ എണ്ണമാണ് കാണാൻ പറയുന്നതെങ്കിൽ ആൻസറിന്റെ കൂടെ GAM എന്ന് ചേർക്കും. GMM ആണെങ്കിൽ GMM എന്ന് ചേർക്കും. അത്രയുള്ള വ്യത്യാസം. അപ്പോൾ ഈ പറഞ്ഞ 2 ടൈപ്പ് ക്വസ്റ്റ്യനും ഒന്ന് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ്. കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ്.
അത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ആറ്റംസ് 4 സാമ്പിളുകളുണ്ട്. അതിന്റെ ഒരു ജനറൽ ഫോം ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ GAM. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മോൾസ് കാണാനുള്ള ഫോമാണ് ഗിവൺ മാസ് ബൈ GAM ഇൻറ്റു എന്താണ് അവോഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23. അപ്പൊ എങ്ങനെ ഈ ജനറൽ ഫോം വരുന്നു നമുക്ക് നോക്കാം. അത് കണ്ടുപിടിക്കുന്ന രീതിക്ക് അനുസരിച്ച് ഓർത്തിരിക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ ഒരു ഫോം പറഞ്ഞത്. നമുക്ക് എങ്ങനെ വരുന്നു നോക്കാം. 140 ഗ്രാം നൈട്രജനിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യണം. 140 ഗ്രാം നൈട്രജനിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഗിവൺ മാസിൽ നൈട്രജന്റെ എത്ര മോൾസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് 140 ഗ്രാം നൈട്രജൻ എടുത്തു കഴിഞ്ഞാൽ 140 ഡിവൈഡ് ബൈ 14 ഈക്വൽ ടു 10 മോൾ ഉണ്ട് അല്ലെ. 140 നൈട്രജന്റെ 1 മോളിന്റെ മാസായ ഗ്രാം അറ്റോമിക് മാസ് 14 വെച്ച് എത്ര തവണ 10 തവണ ഉണ്ട്. അപ്പോൾ 10 മോളിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു. 10 മോൾ നൈട്രജൻ ആണ്. ഇനി നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്, 1 മോളിൽ അവോഗാഡ്രോ നമ്പർ ആറ്റംസ് ഉണ്ടാവുമെന്നാണ്. 1 മോളിൽ അവോഗാഡ്രോ നമ്പർ ആറ്റംസ് ഉണ്ട്. 1 മോൾ ഇസ് ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 10 മോളിലെ ടോട്ടൽ ആറ്റംസ് എങ്ങനെ കാണും? ആറ്റംസ് ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ആയിരിക്കൂലേ. 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആയിരിക്കും. ഓക്കെ, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല, ഇങ്ങനെ എഴുതി കാണിച്ചാലും മതി. 10 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ അല്ലെ. അതായത് ഇവിടെ 140 ഗ്രാം നൈട്രജൻ 10 മോൾ ആണ് എന്ന് നമുക്ക് ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ 1 മോളിൽ അവോഗാഡ്രോ നമ്പർ ആറ്റംസ് വെച്ച് 10 മോളിൽ എത്രയെന്നാണ് നോക്കുന്നത്. അപ്പോൾ 1 മോളിൽ അവോഗാഡ്രോ നമ്പർ ആയ സ്ഥിതിക്ക് 10 മോളിൽ എന്തായിരിക്കും? 10 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 60 ഗ്രാം കാർബൺ, 60 ഗ്രാം കാർബണിലുള്ള കാർബണിന്റെ നമ്പർ ഓഫ് ആറ്റംസ്. അപ്പൊ ഈ 60 ഗ്രാം കാർബൺ ആദ്യം എത്ര മോൾസ് നോക്കണം. അപ്പൊ 60 ഡിവൈഡഡ് ബൈ 12. 60ൽ 5 12 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 5 മോൾ ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മോളിൽ അവോഗാഡ്രോ നമ്പർ വെച്ചിട്ട് 5 മോളിൽ എത്ര? അപ്പോൾ ആറ്റംസ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ആയിരിക്കും. അപ്പോൾ 1 മോളിൽ അവോഗാഡ്രോ നമ്പർ വെച്ച് 5 മോളിലുള്ള ആറ്റംസ് ആണ് ചോദിച്ചത്. അതുകൊണ്ട് 5 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ആറ്റംസ്. ഓക്കെ, തേർഡ് 71 ഗ്രാം ക്ലോറിൻ. അപ്പോൾ 71 ഗ്രാം ക്ലോറിൻ ആദ്യം എത്ര മോൾസ് നോക്കണം. അപ്പോൾ എന്ത് വരും? 71 ഡിവൈഡഡ് ബൈ 35.5. 2 തവണ കാർബണിന്റെ ഗ്രാം അറ്റോമിക് മാസ് 71ലുണ്ട്, അതുകൊണ്ട് 2 മോളിനായി. അങ്ങനെയാണെങ്കിൽ 1 മോളിൽ അവോഗാഡ്രോ നമ്പർ വെച്ച് 2 മോളിലുള്ള ആറ്റംസ് എത്രയായിരിക്കും? ആറ്റംസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ആയിരിക്കും. 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആയിരിക്കും. ഓക്കെ, ഇനി ഫോർത്ത് വൺ 5 ഗ്രാം ഹൈഡ്രജൻ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 5 ഗ്രാം ഹൈഡ്രജനിൽ എത്ര മോൾസ് ഉണ്ടെന്ന് നോക്കണം. 5/1 1 വെച്ച് 5ൽ 5 എന്നുണ്ട്. അപ്പോൾ 5 മോൾ എന്ന് വരും. 5 മോളിലുള്ള ആറ്റംസ് എന്ന് പറയുന്നത് 5 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ജനറലൈസേഷൻ ഉണ്ടായിക്കൂടെ. നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു ആദ്യം മോൾസ് കാണണം. ക്വസ്റ്റനിൽ ഒരു ആറ്റമാണ് തരുന്നതെങ്കിൽ അതിന്റെ മോൾസ് കാണാൻ എന്ത് ചെയ്യും? ഗിവൺ മാസ് ബൈ GAM ചെയ്യും. ഗിവൺ മാസ് ബൈ GAM. തന്നിരിക്കുന്ന മാസിൽ അതിന്റെ 1 മോളിന്റെ മാസായ GAM എത്ര തവണ ഉണ്ടെന്ന് നോക്കുന്നു. അപ്പം മോൾസിന്റെ എണ്ണമായിട്ട് കിട്ടും. ഇൻറ്റു എന്ത്? അവോഗാഡ്രോ നമ്പർ, ആ കിട്ടുന്ന മോൾസിന്റെ എണ്ണം ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. അതിനാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ആദ്യം മോൾസ് കണ്ടുപിടിച്ചു, പിന്നെ അതിനെ അവോഗാഡ്രോ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് ഈ രീതിയിൽ സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്യാം. ഗിവൺ മാസ് ബൈ GAM ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഓക്കെ, ഇതാണ് ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്നതിനുള്ള മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് മോളിക്യൂൾസ്. കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പൊ ഇതിന്റെ ഒരു ജനറൽ ഫോം തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ GMM ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. അപ്പൊ ഇവിടെ മാറി, GAM മാറി എന്തായി? GMM വന്നു. ഗ്രാം മോളിക്കുലാർ മാസ് വന്നു. അപ്പൊ നോക്കാം. കാര്യം നമ്മളുടെ മോളിക്യൂൾസിന്റെ സാമ്പിൾസ് ആണ് തന്നേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അവിടെ GMM എന്ന് പറഞ്ഞത്. അപ്പൊ കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. കുറച്ച് മോളിക്യൂളിന്റെ സാമ്പിൾസ് തന്നിട്ടുണ്ട്. 180 ഗ്രാം വാട്ടർ, 85 ഗ്രാം അമോണിയ, 88 ഗ്രാം CO2, 28 ഗ്രാം N2. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ഓരോന്നിലെയും മോളിക്യൂൾസിന്റെ എണ്ണം കാണണം. നേരത്തെ നമ്മൾ ആറ്റംസിന്റെ സാമ്പിൾ വെച്ചുകൊണ്ട് അതിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് കണ്ടു. ഇവിടെയാണെങ്കിൽ മോളിക്യൂളിന്റെ സാമ്പിൾ തന്നിട്ടുണ്ട്, അതിലെ മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ 180 ഗ്രാം വാട്ടറിൽ എത്ര മോളിക്യൂൾസ് വരും എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പോൾ 180 ഗ്രാം വാട്ടറിലുള്ള മോൾസ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് ഗിവൺ മാസ്? 180 ഡിവൈഡഡ് ബൈ 18. വാട്ടറിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് 18, അതായത് 1 മോളിന്റെ മാസ് എത്ര തവണ ഉണ്ടെന്ന് നോക്കുന്നു. 180 ബൈ 18 10 തവണ ഉള്ളതുകൊണ്ട് നമുക്ക് 10 മോൾ എന്ന് പറയാം. 10 മോൾ. അങ്ങനെയാണെങ്കിൽ 1 മോൾ
ഇപ്പോൾ 1 മോൾ എന്ന് പറയുമ്പോൾ മോളിക്യൂൾ ആയാലും അവോഗാഡ്രോ നമ്പർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 10 മോൾ വാട്ടറിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 10 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ, 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 തന്നെ വരും. ഓക്കെ. അടുത്തത് 85 ഗ്രാം അമോണിയാണ് പറഞ്ഞിരിക്കുന്നത്. 85 ഗ്രാം അമോണിയ. ആദ്യം അമോണിയയുടെ മോൾസ് കണ്ടുപിടിക്കണം 85 ഗ്രാമിലുള്ള. അപ്പൊ അതിന് വേണ്ടിയിട്ട് 85 ഡിവൈഡഡ് ബൈ 17 ഗിവൺ മാസ് ബൈ GMM. അമോണിയയുടെ GMM 1 മോളിന്റെ മാസ് 17 എത്ര തവണ ഉണ്ട്? 5 തവണ ഉണ്ട്, 5 തവണ ഉണ്ട്. അപ്പൊ 5 മോൾ. അങ്ങനെയാണെങ്കിൽ 5 മോളിലുള്ള മോളിക്യൂൾസ് കാണാൻ 1 മോളിൽ അവോഗാഡ്രോ നമ്പർ വെച്ചിട്ട് 5 മോളിലുള്ള മോളിക്യൂൾസ് കാണാൻ 5 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഓക്കെ. അടുത്തത് 88 ഗ്രാം CO2. 88 ഗ്രാം CO2. ആദ്യം അതിലുള്ള നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ 88 ഡിവൈഡഡ് ബൈ 44. 88ല് 2 തവണ 47 ഉണ്ട്. അപ്പൊ 88 ഡിവൈഡഡ് ബൈ 44 ദാറ്റ്സ് ഈക്വൽ ടു 2 മോൾ. അങ്ങനെയാണെങ്കിൽ 2 മോളിലുള്ള മോളിക്യൂൾസ് കിട്ടാൻ 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. അടുത്തെന്താണ്? 28 ഗ്രാം N2. അപ്പൊ 28 ഗ്രാം N2 എന്ന് പറയുന്നത് 1 മോൾ തന്നെ. ഈ 28 തന്നെയാണ് അതിന്റെ ഗ്രാം മോളിക്കുലർ മാസ്. 14 + 14 28 ഗ്രാം തന്നെയാണ് തന്നേക്കുന്നത്. അപ്പൊ അത് 1 മോൾ നൈട്രജൻ തന്നെയാണ്. 28/28 ചെയ്ത് നോക്കിയാലും മതി, 1 മോൾ എന്ന് തന്നെ കിട്ടും. 1 മോളിൽ എത്രയുണ്ട്? 1 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ, അതായത് അവോഗാഡ്രോ നമ്പർ തന്നെ 1 മോളിലുള്ള പാർട്ടിക്കിൾസ്. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ ആണ് മോളിക്യൂൾസ് കാണുന്നത്. ഓക്കെ. നെക്സ്റ്റ്, അപ്പോ ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് ആറ്റംസ് ഫ്രം ഗിവൺ സാമ്പിൾ ഓഫ് മോളിക്യൂൾസ്. അതായത് മോളിക്യൂളിന്റെ സാമ്പിൾസ് വെച്ചുകൊണ്ട് അതിലുള്ള ആറ്റംസ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തത് ആറ്റംസിന്റെ സാമ്പിൾ തന്നുകൊണ്ട് അതിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിച്ചു. ആറ്റംസിന്റെ സാമ്പിൾ തന്നുകൊണ്ട് അതിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിച്ചു. രണ്ടാമത് ചെയ്തത് എന്താണ്? മോളിക്യൂൾസിന്റെ സാമ്പിൾസ് തന്നു, അതിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടുപിടിച്ചു. മോളിക്യൂളിന്റെ സാമ്പിൾ തന്നിട്ട് മോളിക്യൂളിന്റെ എണ്ണം കണ്ടുപിടിച്ചു, തൊട്ട് മുമ്പ് പറഞ്ഞത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മോളിക്യൂൾസിന്റെ സാമ്പിൾ തന്നിട്ട് അതിൽ ആകെ എത്ര ആറ്റംസ് ഉണ്ട് എന്നാണ് നോക്കുന്നത്. മോളിക്യൂൾസിന്റെ സാമ്പിളിൽ നിന്നുകൊണ്ടുള്ള ആറ്റംസ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു ജനറൽ ഫോം ഇവിടെ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ GMM ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഇത് നമ്മൾ തൊട്ട് മുമ്പ് മോളിക്യൂൾസിന്റെ എണ്ണം കാണാൻ ചെയ്ത സ്റ്റെപ്പാണ്. ആദ്യം ഇത് ചെയ്ത് മോൾസ് കണ്ടുപിടിച്ചിട്ട് മോൾസിന്റെ അവോഗാഡ്രോ നമ്പർ ചെയ്യുമ്പോൾ മോളിക്യൂളിന്റെ എണ്ണം കിട്ടും. അതിന്റെ കൂടെ ഒരു കാൽക്കുലേഷൻ ഇവിടെ വരും. അതിന്റെ കൂടെ നമ്പർ ഓഫ് ആറ്റംസ് കമ്പൈൻഡ് ഇൻ എ മോളിക്യൂൾ, ഇതും കൂടി കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. നമ്പർ ഓഫ് ആറ്റംസ് കമ്പൈൻഡ് ഇൻ എ മോളിക്യൂൾ. അപ്പൊ ഇതെന്ന് പറയുന്നത് മോളിക്യൂളിന്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ്. അപ്പൊ മോളിക്യൂളിന്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ നമ്പർ ഓഫ് ആറ്റംസ് കമ്പൈൻഡ് ഇൻ എ മോളിക്യൂൾ, അതും കൂടെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു 100 കവർ പേന വാങ്ങിക്കുന്നു. 100 കവർ പേന, ഒരു കവറിൽ 10 പേനകൾ ഉണ്ടെന്ന് വെക്കുക. നമുക്ക് വേണ്ടത് 100 കവർ പേനകളാണ്, ഒരു കവറിൽ 10 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പേനകൾ കിട്ടും? എങ്ങനെ കാണും? അപ്പോൾ നമ്മൾ വാങ്ങിയ കവറുകൾ 100 ആണ്, 100 കവർ പേനയാണ് വാങ്ങിച്ചത്, ഒന്നിൽ 10 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ പേനകളുടെ എണ്ണം കിട്ടാൻ വേണ്ടി നമ്മൾ വാങ്ങിയ കവറുകളുടെ എണ്ണം 100 ഇൻറ്റു ഒന്നിലുള്ള എണ്ണം 10 അല്ലേ? അപ്പൊ എത്ര പേനകളെന്ന് കിട്ടും? 100 ഇൻറ്റു 10 1000 പേനകളെന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ 10 കവർ, ഒരു കവറിൽ 10 പേനകൾ വെച്ച് 1000 കവർ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ടോട്ടൽ പേനകളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയ കവറുകളുടെ എണ്ണം 100 ഇൻറ്റു ഒന്നിലുള്ള എണ്ണം 10 ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? 1000 പേനകൾ. ഓക്കെ. സെയിം മെത്തേഡാണ് ഇവിടെയും. ഇവിടെ നമുക്ക് 180 ഗ്രാം വാട്ടർ തന്നിട്ടുണ്ട്. ഇതിൽ ആകെ എത്ര ആറ്റംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. 180 ഗ്രാം വാട്ടർ, 85 ഗ്രാം അമോണിയ, 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്, 28 ഗ്രാം നൈട്രജൻ, ഇതിലൊക്കെ ആകെ എത്ര ആറ്റംസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മോളിക്യൂൾ, ഈ പറഞ്ഞ സാമ്പിളിൽ എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം ആദ്യം. അപ്പോൾ മോളിക്യൂൾ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ തൊട്ടുമ്പ് പറഞ്ഞു എന്താണ്? ആദ്യം അതിലുള്ള മോൾസ് കണ്ടുപിടിക്കണം. 180/18 ദാറ്റ്സ് ഈക്വൽ ടു 10 മോൾ അല്ലേ? 180 ഗിവൺ മാസായ 180 ഒരു മോളിന്റെ മാസായ വാട്ടർ ഗ്രാം മോളിക്കുലർ മാസ് എത്ര തവണ ഉണ്ടെന്ന് നോക്കുന്നു, 10 മോൾ എന്ന് കിട്ടി. ഇനി 10 മോളിലെ മോളിക്യൂൾസിന്റെ എണ്ണം കാണാൻ എന്ത് ചെയ്യും? മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു ഒരു മോളിൽ അവോഗാഡ്രോ നമ്പർ വെച്ച് 10 മോളിൽ എത്ര? അപ്പൊ 10 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ, 10 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. അപ്പൊ നമുക്ക് ഈ 180 ഗ്രാം വാട്ടറിൽ അടങ്ങിയിട്ടുള്ള വാട്ടർ മോളിക്യൂൾസിന്റെ എണ്ണം നമുക്ക് കിട്ടി. 10 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ആണ്.
ഇനി നമ്മൾ നോക്കേണ്ടത് ഇത്രയും വാട്ടർ മോളിക്യൂള് ഒരു വാട്ടറിൽ 3 ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അപ്പോൾ ഒരു വാട്ടറിൽ 3 ആറ്റംസ് കമ്പൈൻ ചെയ്തു. 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ. അപ്പോൾ ഒരു വാട്ടർ മോളിക്യൂളിലുള്ള ആറ്റംസിന്റെ എണ്ണം 3 ആണ്. അങ്ങനെ 3 ആറ്റംസ്, ഒന്നിൽ 3 ആറ്റംസ് വെച്ച് ഇത്രയും മോളിക്യൂളിൽ ആകെ എത്ര ആറ്റംസ്? ഒന്നില് ഒരു വാട്ടർ മോളിക്യൂളിൽ 3 ആറ്റംസ് വെച്ച് 150 ഗ്രാമിലുള്ള വാട്ടർ മോളിക്യൂളിന്റെ എണ്ണം 10 × അവഗാഡ്രോ നമ്പർ ആണ്. അതിൽ എത്ര ആറ്റംസ് വരും? ഒന്നിൽ 3 ഉണ്ട്. നമുക്ക് ആകെ കിട്ടിയ മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 150 ഗ്രാമിലുള്ള വാട്ടർ മോളിക്യൂളിന്റെ എണ്ണം എന്ന് പറയുന്നത് 10 × അവഗാഡ്രോ നമ്പർ ആണ്. അപ്പോൾ ഒരു വാട്ടർ മോളിക്യൂളിൽ 3 ആറ്റംസ് വെച്ച് ഇത്രയും മോളിക്യൂളിൽ ആകെ എത്ര ആറ്റംസ് വരും? ടോട്ടൽ എത്ര ആറ്റംസ് വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പേനയുടെ കാര്യം പറഞ്ഞാണ് കണക്കാണ്. 10 എണ്ണമാണ് ഒന്നിലുള്ളത്. അങ്ങനെ നമ്മൾ 1000 എണ്ണത്തിനെയാണ് കണ്ടത്. അതേപോലെ ഒന്നിൽ 3 ആണുള്ളത്. അങ്ങനെ 10 × അവഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ആണ്. അതിൽ എത്ര ആറ്റംസ് വരുന്നു? അപ്പം നമുക്ക് കിട്ടിയ മോളിക്യൂൾസിന്റെ എണ്ണം ഇൻറ്റു ഒന്നിലുള്ള എണ്ണം. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയ മോളിക്യൂളിന്റെ എണ്ണം എത്രയാണ്? 10 × അവഗാഡ്രോ നമ്പർ ആണ് കിട്ടിയത്. അപ്പോൾ 10 × അവഗാഡ്രോ നമ്പർ ഇൻറ്റു 3. അപ്പോൾ ഒന്നിലുള്ള എണ്ണം ഇൻറ്റു എത്ര മോളിക്യൂൾ ആകെ 150 ഗ്രാമിലുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ വന്നത്. എന്താണ്? നമുക്ക് 10ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്താണെന്ന് എഴുതാം? 30 × അവഗാഡ്രോ നമ്പർ എന്ന് എഴുതാം. അതാണ് ഇവിടെ ഒരു സാമ്പിൾ, ഒരു മോളിക്യൂളിന്റെ സാമ്പിൾ തന്നിട്ട് അതിലുള്ള ആകെ ആറ്റംസിന്റെ എണ്ണം ചോദിച്ചാൽ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം അതിൽ എത്ര മോളിക്യൂൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ എത്ര മോളിക്യൂൾ ഉണ്ട് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ മോളിക്യൂളിന്റെ എണ്ണത്തിന്റെ കൂടെ ആ തന്നിരിക്കുന്ന മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ട് അതിന്റെ എണ്ണവും കൂടി കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലേ? ഇപ്പോൾ ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഒന്നുകൂടെ പറയാം. നമ്മൾ ഒരു പേനയിൽ 10 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒന്നിൽ 10, അങ്ങനെ 1000 എണ്ണമാണ് നമ്മൾ വാങ്ങിയത്. അപ്പം അല്ല, 100 എണ്ണമാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ എന്ത് ചെയ്യും? 100 എണ്ണത്തിലെ കാണാൻ 100 പാക്കറ്റിലെ പേനകളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്യണം? 100 × 10 അല്ലേ? ആ രീതിയിലാണ്. അപ്പോൾ ഇവിടെ 150 ഗ്രാം വാട്ടറിൽ 10 × അവഗാഡ്രോ നമ്പർ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. അതിലുള്ള ആറ്റംസിന്റെ എണ്ണത്തിലൂടെ എത്തണം. അതാണ് പ്രോബ്ലം. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു വാട്ടർ മോളിക്യൂളിൽ 3 ആറ്റംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത്രയും മോളിക്യൂൾസ് ഇൻറ്റു 3. അപ്പോൾ അതിന്റെ ഫൈനൽ ആൻസർ 30 × അവഗാഡ്രോ നമ്പർ എന്ന് വരും. അതുകൊണ്ടാണ് ഇതിനൊരു ജനറൽ ഫോം ഇങ്ങനെ വന്നത്. നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ GMM × അവഗാഡ്രോ നമ്പർ. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് മോളിക്യൂൾസിന്റെ എണ്ണം കിട്ടും. മോളിക്യൂൾസിന്റെ എണ്ണം കിട്ടിയാൽ അത്രയും മോളിക്യൂളിൽ തന്നിരിക്കുന്ന മോളിക്യൂളിലുള്ള ആറ്റത്തിന്റെ എണ്ണം വെച്ച് എത്ര ടോട്ടൽ ആറ്റംസ് വരും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിലുള്ള ഒരു മോളിക്യൂളിൽ കമ്പൈൻ ചെയ്തിട്ടുള്ള ആറ്റംസിന്റെ എണ്ണം കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് കമ്പൈൻഡിന്റെ മോളിക്യൂൾ. ഓക്കെ, അങ്ങനെയാണ് ഇതിനൊരു ജനറൽ ഫോം ഇങ്ങനെ വരുന്നത്. അടുത്ത സാമ്പിൾ നോക്കാം. 85 ഗ്രാം അമോണിയയിൽ എത്ര ആറ്റംസ് ഉണ്ട് ടോട്ടൽ? അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് 85 ഗ്രാം അമോണിയ എന്ന് പറയുന്നത് എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് നോക്കുന്നു അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മോൾസ് കാണാൻ 85/17, 85 ഡിവൈഡഡ് ബൈ 17 ഗിവൺ മാസ് ബൈ GMM ദാറ്റ്സ് ഈക്വൽ ടു 5 മോൾ. 17 5 തവണ 85 ഉള്ളതുകൊണ്ട് 5 മോളിന് ഈക്വൽ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ 1 മോളിൽ അവഗാഡ്രോ നമ്പർ ആണുള്ളത്. അങ്ങനെ 5 മോളിൽ എത്രയുണ്ട് എന്ന് കാണാൻ വേണ്ടി മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു 5 × അവഗാഡ്രോ നമ്പർ. അപ്പോൾ നമുക്ക് 85 ഗ്രാം അമോണിയയിലെ മോളിക്യൂൾസിന്റെ എണ്ണം കിട്ടിയിട്ടുണ്ട് 5 × അവഗാഡ്രോ നമ്പർ. ഇനി ഒരു അമോണിയയിൽ ടോട്ടൽ എത്ര ആറ്റംസ് ഉണ്ട് എന്നാണ്. ഒരു അമോണിയയിൽ ടോട്ടൽ എത്ര ആറ്റംസ് ഉണ്ട്? 4. ഒരു നൈട്രജൻ, 3 ഹൈഡ്രജൻ. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ കിട്ടിയ മോളിക്യൂളിന്റെ എണ്ണത്തിനോടൊപ്പം ഇൻറ്റു 4 കൂടെ ചെയ്യണം. അപ്പോൾ ഒരു അമോണിയയിൽ 4 എണ്ണം വെച്ച് ഇത്രയും മോളിക്യൂളിൽ ടോട്ടൽ എത്ര? അപ്പോൾ 5 × അവഗാഡ്രോ നമ്പർ ഇൻറ്റു 4. 5 × അവഗാഡ്രോ നമ്പർ ഇൻറ്റു 4 ചെയ്യണം. 5ഉം 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ വരുന്നത് 20 × അവഗാഡ്രോ നമ്പർ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ 20 × അവഗാഡ്രോ നമ്പർ ആറ്റംസ് ആണുള്ളത്. അപ്പോൾ ഒന്നിലുള്ള എണ്ണം ഇൻറ്റു നമുക്ക് കിട്ടിയ മോളിക്യൂൾസിൽ ആകെ എത്ര? ഓക്കെ, തേർഡ് 88 ഗ്രാം CO2. അപ്പോൾ 88 ഗ്രാം CO2 ആദ്യം മോൾസ് കണ്ടുപിടിക്കുന്നു. 88 ഡിവൈഡ് ബൈ 44 ദാറ്റ്സ് ഈക്വൽ ടു 2 മോൾ. 2 തവണ 47 ഉണ്ട്, അതുകൊണ്ട് 2 മോൾ. ഇനി 2 മോളിലുള്ള മോളിക്യൂൾസ് എന്താണ്? 2 മോളിലുള്ള മോളിക്യൂൾസ് 2 × അവഗാഡ്രോ നമ്പർ. അത് ഞാൻ സ്റ്റെപ്പ് ചുരുക്കാൻ വേണ്ടി മോളിക്യൂൾസിനെ ഇവിടെ കാണിച്ചിട്ടില്ല. എന്ത് ചെയ്യുന്നു? 2 × അവഗാഡ്രോ നമ്പർ ഇവിടെ ഉണ്ട്. ഇതാണ് മോളിക്യൂൾസിന്റെ എണ്ണം. 1 മോളിൽ അവഗാഡ്രോ നമ്പർ വെച്ച് 2 മോളിലുള്ള എണ്ണം 2 × അവഗാഡ്രോ നമ്പർ ഇൻറ്റു 3. ഈ 3 എവിടെ നിന്ന് വന്നു? കാർബൺ ഡൈ ഓക്സൈഡിൽ 3 ആറ്റംസ് ഉണ്ട്. ഒരു കാർബൺ, 2 ഓക്സിജൻ. 3യും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ 3യും 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. അപ്പോൾ 6 × അവഗാഡ്രോ നമ്പർ എന്ന് എഴുതാം. 6 × അവഗാഡ്രോ നമ്പർ. ഓക്കെ,
അടുത്തത് 28 ഗ്രാം N2 ആണ്. 28 ഗ്രാം N2ലുള്ള ആറ്റംസിന്റെ എണ്ണം കാണണം. അത് മോൾസ്, അത് പറഞ്ഞ 1 മോൾ തന്നെ കിട്ടും. 28/28 1 മോൾ തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിലുള്ളത് അവോഗാഡ്രോ നമ്പർ തന്നെയാണ്, അല്ലെങ്കിൽ 1 into അവോഗാഡ്രോ നമ്പർ. ആറ്റംസ് ഇസ് ഈക്വൽ ടു 1 into അവോഗാഡ്രോ നമ്പർ ഇൻറ്റു 2. കാര്യം നൈട്രജൻ മോളിക്യൂളിൽ 2 ആറ്റംസ് ഉണ്ട്. N2ൽ 2 ആറ്റംസ് ആണ് കമ്പൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇൻറ്റു 2 കൂടെ ചെയ്യുന്നു. 2 into 1 2. 2 into അവോഗാഡ്രോ നമ്പർ തന്നെ വരും. 2 into അവോഗാഡ്രോ നമ്പർ. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഒരു സാമ്പിളിൽ എത്ര മോളിക്യൂൾ ഉണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. അങ്ങനെ ആ മോളിക്യൂളിൽ ഒരെണ്ണത്തിൽ എത്ര ഉണ്ട്, അങ്ങനെ നമുക്ക് കിട്ടുന്ന മോളിക്യൂളിലുള്ള ആകെ ആറ്റംസ്. ഓക്കെ, അപ്പൊ മോളിക്യൂൾ എണ്ണം കണ്ടെത്തുക. ആ കിട്ടുന്ന മോളിക്യൂൾ എണ്ണത്തിനോടൊപ്പം ഒരു മോളിക്യൂളിൽ എത്ര ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുണ്ട് എന്നതുകൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് മാസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇനി എന്തുണ്ട്? വോളിയം ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇത് നമ്മൾ മാസിനെ ബേസ് ചെയ്താണ് എല്ലാ കാൽക്കുലേഷനും പറഞ്ഞത്. ഗിവൺ മാസ്, GAM, GMM ഇതുപോലുള്ള മാസ് ബേസ് ചെയ്താണ് പറഞ്ഞത്. ഇനി നമ്മൾ മോളാർ വോളിയം എന്ന് പറയുന്ന ഒരു വോളിയത്തിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അത് അടുത്ത സെഷനായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ തൽക്കാലം നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. അത് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നുവെങ്കിൽ അറിയിക്കുക, അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക.